ഹലോ മക്കളെ, രേണുസുതി. ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മിക്കവാറും പോകുന്ന ഒരാളാണ്. എൻ്റെ ആവശ്യത്തിനല്ല, പലരുടെയും സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂടെ കൂടെ പോവാറുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഈ കീമോ എടുക്കാനായിട്ട് കയറുന്നവരെല്ലാം ഓരോ ബക്കറ്റും കൊണ്ടാണ് കയറുന്നത്. കാര്യം ട്രിപ്പ് കൊടുക്കുന്ന കണക്കാണ് കീമോ കൊടുക്കുന്നത്. കീമോ കൊടുക്കുന്ന സമയം തൊട്ടേ ആൾക്കാർ ഛർദ്ദിച്ച് തുടങ്ങും. ഛർദ്ദിച്ച് അവശതയാവും. അപ്പോൾ ബക്കറ്റും കൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. കൂടെ നിൽക്കുന്നവരൊക്കെ ബക്കറ്റും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ചിലരൊക്കെ അപ്പോഴും കക്കൂസി പോകണമെന്ന് പറഞ്ഞ് വലിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ഒരുപാട് കഷ്ടപ്പാടുകൾ കാണുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ കീമോ എടുക്കുന്നതെന്ന് പറയുന്നത് ചെറിയൊരു കേസൊന്നും അല്ല. കീമോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിഷം കുടിക്കുന്ന ഒരവസ്ഥയാണ്. വിഷം കുടിച്ച ആളിൻ്റെ അതേ അവസ്ഥയാണ്. പിന്നെ കീമോ കഴിഞ്ഞിട്ട് അവരെ വലിച്ച് തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കുറച്ച് കരുക്കും മേടിച്ച് കൊണ്ടാണ് അങ്ങ് വീട്ടിൽ കൊണ്ടിടുന്നത്. കൊണ്ടിട്ട അന്ന് കൊണ്ടങ്ങ് കിടത്തി കഴിഞ്ഞാൽ അവർ ഒരു ചെവുത്തയും ഇല്ലാതെയാണ് അവർ കിടക്കുന്നത്. അവർക്ക് ഒരു മനുഷ്യർ സംസാരിക്കുന്നത് ഒരു കാര്യവും അവർക്ക് കേൾക്കുന്നത് പോലും അസ്വസ്ഥതയാണ്. പിന്നെ ആരും മിണ്ടിക്കൂടാ, പറഞ്ഞുകൂടാ, സംസാരിച്ചുകൂടാ, ഇങ്ങേറ്റം കാക്ക കരയുന്നത് പോലും കേട്ടുകൂടാ. അത്ര അവശതയിലാണ് അവർ കിടക്കുന്നത്. വീട്ടിൽ തന്നെ മിക്സി ഇടുന്നതായാലും സംസാരിക്കുന്നതായാലും ആളുകൾ പിന്നെ അറിയാതെയാണ് ചെയ്യുന്ന. മിക്സി അടുത്ത വീട്ടിൽ കൊണ്ടുപോയി വരെ വല്ലതും ചെയ്തുകൊണ്ട് വരുന്നവരുണ്ട്. അത്ര ഭയങ്കര പ്രശ്നത്തിലാണ് അവർ കിടക്കുന്നത്. ഒരാഴ്ചയോളം ഇതുപോലെ ഭയങ്കര പ്രശ്നമാണ്. കരിക്കിൻ്റെ വെള്ളമാണ് കൂടുതലും കൊടുക്കേണ്ടത്. കൂടുതലും കരിക്കിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ക്ഷീണം മാറാൻ വേണ്ടി കൂടെ കരിക്കിൻ്റെ വെള്ളമൊക്കെ വെട്ടിക്കൊടുത്താൽ അത് കുടിച്ചാൽ അത് വയറ്റിലൊന്നും കിടക്കില്ല. കുടിച്ചാൽ അപ്പോഴും തന്നെ അത് ഛർദ്ദിക്കും. അങ്ങനെയൊക്കെയാണ്. എന്ന് പറഞ്ഞും കൊണ്ട് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ കൊടുക്കും, അത് തിരിച്ചു പോവും. ആ കണക്കിന് പിന്നെ അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരു ശകലം ഒത്തിരി പോലെ ഒരാശ്വാസം പോലെ തോന്നും. ഈ അടുത്ത കീമോയ്ക്ക് ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ കൗണ്ട് കൂടാനുള്ള സകല സാധനവും കഴിച്ച് കൗണ്ട് കൂട്ടിക്കോണം. കൗണ്ട് കൂട്ടിയിട്ട് അടുത്ത കീമോയ്ക്ക് ചെല്ലുന്നതിന് മുമ്പ് കൗണ്ട് കൂടണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ അവർ കീമോ ചെയ്യൂല, തിരിച്ച് വീട്ടിൽ വിടും. അപ്പോൾ കീമോ എടുക്കാൻ പറ്റാതെ ആകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. കൗണ്ട് കൂടാൻ വേണ്ടി നമ്മൾ എന്ത് കഴിച്ചാലും അത് നമുക്കത് ശരിയാവുകയില്ല. നമ്മൾ ആകെ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം മക്കൾ ഒരു ശകലം ഒരാഴ്ചയൊക്കെ ഒരു ചെറിയൊരു സമാധാനം പോലെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത കീമോ ആയി. അടുത്ത കീമോ ആകുമ്പോൾ ഇല്ല, പഴയ കഴിഞ്ഞതിന് കീമോ എടുത്തതുപോലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പിന്നും വരെയാണ്. പിന്നും അതുപോലെ എന്നും പ്രശ്നങ്ങളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒരു ശകലം ഒത്തിരി പോലും ഒന്ന് തല പൊങ്ങുന്ന സമയത്താണ് മക്കൾ ഇതുപോലെയുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നാരടുത്തെങ്കിലും സംസാരിക്കുക, പറയുക, എടുക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് മക്കൾ ഭയങ്കരമായ പ്രശ്നങ്ങളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആര് എന്തോന്നൊക്കെ പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ കൗണ്ട് കൂടാനുള്ള സംഭവങ്ങൾ, ആഹാരങ്ങളൊക്കെ കഴിച്ചാലും അത് ഛർദ്ദിച്ച് പോയാലും പിന്നും കഴിക്കണം. ഛർദ്ദിച്ച് പോകുമ്പോൾ അങ്ങ് പോവട്ടെ, എന്നാലും പക്ഷെ കഴിക്കത്തില്ല. ഭയങ്കര ഇതാണ്, വെറുപ്പും കയ്പും ആകെ ഒരു പ്രശ്നങ്ങളാണ്. എന്നാലും ഒരു ശകലച്ചേ ഓരോ തുള്ളി നമ്മൾ ജ്യൂസായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചേക്കുന്നതിന് ഓരോ സ്പൂണ് ഒരുമിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഓരോ സ്പൂണ് വെച്ച് ഒത്തിരിച്ചേ അലിച്ചിറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ കണക്കിനൊക്കെ കൗണ്ട് കൂട്ടിക്കോണം. കൗണ്ട് കൂടാതിരുന്ന പ്രശ്നമാണ്.
കൗണ്ട് കുറഞ്ഞു പോയാൽ കീമോ എടുപ്പൊന്നും നടക്കില്ല. നടക്കാതിരുന്നാൽ ബുദ്ധിമുട്ടിലോട്ട് പോകും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ആരെ കേസിലും ഇടപെടാനും നിൽക്കേണ്ട. നീ നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിന് വേണ്ടുന്നത് ചെയ്യുക. പലരും പലതും പറയും, അതിനെക്കുറിച്ചൊന്നും നമ്മൾ കേൾക്കുക, അതിൽ ഇടപെടുക ഒന്നും വേണ്ട. നമുക്ക് നമ്മളെ കാര്യം എന്നുള്ള രീതിയിൽ മക്കൾ പോകണം. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ എനിക്ക് പറയാനുണ്ട്. അതൊക്കെ ഇനി അടുത്ത ഓരോ വീഡിയോയിൽ ഞാൻ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മക്കളുടെ അടുത്ത് തരാം. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, അവിടെ ഡോക്ടർമാരും ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു തരും. പിന്നെ ചേച്ചി നഴ്സായതുകൊണ്ട് ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം. പിന്നെ അവിടെ നമുക്ക് എന്തെല്ലാം അറിഞ്ഞിരിക്കേണ്ടതെല്ലാം അവിടെ നിന്ന് പഠിപ്പിച്ച് തരും. പിന്നെ ബുക്ക് തരും. ഇത് നമുക്ക് പഠിച്ചിരിക്കേണ്ട സംഭവങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തരും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഓപ്പറേഷത്തിൻ്റെ കേസും പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞാൻ കാണുന്നതും കേൾക്കുന്നതുമായ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിവുള്ള കാര്യങ്ങൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്യും. അത് മക്കൾ നോക്കണം കേട്ടോ.